ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആക്ച്വലി ഐ എം റിയലി സോറി. കാരണം ഞാൻ ആദ്യം വീഡിയോ എടുക്കാതെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ വീഡിയോ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. സോറി. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ബീഫ് കറിയാണ്. ഇതിനു മുമ്പ് ഞാൻ പായസമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് ആദ്യം കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 1/2 കിലോ. അത് കഴിഞ്ഞൊരു 1/2 തക്കാളി, പിന്നെ ഒരു 2 സവോള, പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ റെഡ് ചില്ലി. ബാക്കി പൊടികളും കാര്യങ്ങളും ഒക്കെ ഞാനൊരു സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആക്ച്വലി നമുക്കിവിടെ സ്പേസ് വളരെ കുറവാണ്, അതുകൊണ്ടാണ്. ആദ്യം നമ്മൾ കുക്കറിലേക്ക് ഈ കഴുകി മുറിച്ച് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്തിടുക. ഏകദേശം ഒരു 2 വിസിലാണ് നമുക്ക് വേണ്ടത്. ഇതിനു മുമ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കശ്മീർ ബീഫ് എന്തോ ആയിരുന്നു. അപ്പോൾ അതിനെന്തോ 10-15 വിസിലോളം വേണ്ടി വന്നു. ഇതങ്ങനെ ഞാൻ പണി തരില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടി, നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡറാണ് ഞാനിടുന്നത്, മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടിയും ഏകദേശം ഒരു 1 ടീസ്പൂണോളം ഞാൻ ഇടുന്നുണ്ട്. എനിക്കങ്ങനെ കണക്കൊന്നും അറിയില്ല. പിന്നെ നമുക്ക് മെയിനായിട്ടുള്ളത് ബീഫ് മസാല. ഇത് എല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം 2-3 സെക്കൻഡ് നമുക്കൊന്ന് വെച്ചിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. എന്തിനാണ് വെള്ളം ചേർത്തതെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഇതിൽ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ലാസ്റ്റ് മനസ്സിലാവും എന്തിനാണ് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്തതെന്ന്. അതിനിപ്പോൾ നമുക്ക് ഒരു 2 വിസിൽ നമുക്ക് ആദ്യം ഒരു 2 വിസിൽ നോക്കാം, എന്നിട്ട് അവസാനം അറിയത്തുള്ളൂ വെന്തോ ഇല്ലയോ എന്ന്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓണാക്കി. ഇനിയിപ്പോൾ നമുക്ക് 2 വിസിലിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എത്ര വിസിലാവുമെന്ന് കണ്ടറിയാം. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. ഞാൻ വർഷങ്ങളായിട്ട് വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരണം. നല്ല ഒരു ബീഫ് കറി ആയിരിക്കും ഇത്. ഞാൻ കുറേ നാളായിട്ട് കഴിക്കുന്നതാണ്, ഞാനിവിടെ ഉണ്ടാക്കുന്നതുമാണ്. ഞാനിവിടെ വന്നിട്ടും ഇത് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗവിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കാം. അതൊന്ന് ഇതേപോലെ ഒന്ന് ചൂടായി, എന്നിട്ട് അതിലുള്ള വെള്ളാംശമൊക്കെ ഒന്ന് ഇതാക്കി വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ ഇത് ചൂടായി, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഓയിൽ വേണം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ദുബായിലായതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 2 സവോള വലുതായിട്ട് അരിഞ്ഞത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എത്ര പേരാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ സവോള ഇട്ടാൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സവോള അധികം ഭയങ്കരമായിട്ട് വഴലണ്ട, ചെറിയ രീതിയിൽ കുറച്ചൊരു കട്ടി വേണം. ബീഫിന് അതാണ് നല്ലത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണയൊക്കെ ഫുള്ളങ്ങോട്ട് ഇതാവട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റോളം നമുക്കൊന്ന് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ച് ആ ഒരു ആവിയിൽ പെട്ടെന്ന് തന്നെ വെന്തോളും. എന്നിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റൗ കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. ഒരുപാട് ഫുൾ ഫ്ലെയിമിൽ വെക്കരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെ ചെറിയ ഫ്ലെയിമിൽ, ഒരു മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഏകദേശം
ഒന്നെല്ലാം കൂടെ ഒന്ന് മിക്സായി, എണ്ണയും സവോളയും എല്ലാം കൂടെ ഒന്ന് മിക്സായി നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഒന്നും കൂടെ മൂടി വയ്ക്കാം. പിന്നെ നമുക്ക് അതൊരു ഒരു ഹാഫ് ലെവലിൽ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മാറിപ്പോയി, നമുക്ക് തക്കാളിയും കൂടെ ടൊമാറ്റോയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാലേ അത് രണ്ടും കൂടെ ഒന്നിച്ച് നല്ല രീതിയിൽ ബ്ലെൻഡായി നല്ല രീതിയിൽ പിന്നെ നമുക്ക് തക്കാളി വെന്ത് വരുള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂടി വയ്ക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഇപ്പം തക്കാളിയൊക്കെ ഇട്ടല്ലോ, ഇതിലേക്ക് ഇടാനുള്ള പൊടികൾ, അതായത് ആദ്യം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമുക്ക് ബീഫ് മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടി ഓവറായി പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കങ്ങനെ വലിയ കണക്കൊന്നും അറിയില്ല. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ ഒരിതിലാണ് പൊടികൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ബീഫ് 2 വിസിൽ കഴിഞ്ഞായിരുന്നു, അത് വെന്തോ ഇല്ലയോ എന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് കട്ടിയുണ്ട്. അത് നമുക്ക് ഒരു 2 വിസിലും കൂടെ അടിച്ചിട്ട് പിന്നെ എടുക്കാം. ഇനിയിപ്പോൾ ഇത് 2 സവോളയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ നേരത്തെ ഇതിനു വേണ്ടി എടുത്തു വെച്ച പൊടികൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ വെക്കണം. അത് പൊടിയിട്ട ഉടനെ ഒരിക്കലും വെള്ളമോ, ഇപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതോ ആഡ് ചെയ്യരുത്. അതിൻ്റെ പച്ചമണം മാറി നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറാവുന്നിടം വരെ നമ്മൾ മിക്സ് ചെയ്യണം. സോ ഞാനിത് കുറച്ച് നേരം ഇളക്കി ഇപ്പോൾ കണ്ടോ നല്ല രീതിയിലൊരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഒന്ന് വഴണ്ട് നന്നായിട്ട് തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് വളരെ എളുപ്പമാണ് ഗൈസ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. സോ ഇതേ നമ്മുടെ വെള്ളമൊക്കെ, ഞാൻ ഒഴിച്ച വെള്ളമൊക്കെ ഇതേപോലെ വറ്റി വേറൊരു രീതിയിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായത് അതിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ച് എന്തിനാണെന്നിപ്പോൾ മനസ്സിലായോ? നമ്മൾ ചാറ് കറി വേണമെങ്കിൽ സെപ്പറേറ്റ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേവിക്കാനായിട്ട് വെച്ച ബീഫിലുള്ള വെള്ളം തന്നെ ഇടുവാണെങ്കിൽ, ആ ഗ്രേവി തന്നെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെള്ളം വെച്ചത്. അപ്പോൾ ആ ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് ഗരം മസാല ചേർക്കാം. ഗരം മസാലയുടെ കൂടെ ചെറിയ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ബീഫിൻ്റെ സാധനങ്ങളെല്ലാം ബീഫെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം ബീഫിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അപ്പോഴേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലും സെപ്പറേറ്റ് വെള്ളം എടുത്ത് ഒഴിക്കാതിരിക്കുക, അപ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ബീഫിൽ ഒഴിച്ച അതേ വെള്ളം തന്നെ ഒഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കാരണം ഓൾറെഡി മസാല പിടിച്ചതാണല്ലോ. സോ ഇനി നമുക്ക് ബീഫും കൂടി ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടിട്ട് ബാക്കിയെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല വെള്ളമായിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ബീഫ് വലിയതായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഇതങ്ങ് നന്നായിട്ട് വെള്ളം വറ്റണം, അപ്പോഴേക്കും ആയിക്കോളും. ഇനിയാണ് നമ്മുടെ ക്ലൈമാക്സിലേക്ക്, നമ്മുടെ ട്വിസ്റ്റ് ഇതാണ്. നമ്മളിനി വേറൊരു ചെറിയ പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ടാവും, കാരണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഞാൻ ചിക്കനിലും കടുകിടും. ഇതെൻ്റെ മമ്മിയുടെ റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്, അയ്യേ കടുക് ഇങ്ങനെയൊക്കെ മീൻകറിയിലൊക്കെ ഇട്ട് പൊട്ടിക്കുന്ന പോലെ അവസാനം ഒഴിക്കുന്ന എന്താണ്, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷെ അവർ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതല്ല പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് ആൻഡ് ക്ലൈമാക്സ്. അവസാനം അതവിടെ ഇരുന്ന് തിളച്ച് ഒരു മിക്സായി വേവുന്ന സമയത്ത് നമുക്ക്
ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട്, കടുക് പൊട്ടുമ്പോഴേക്കും നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറി ലീവ്സ്, പിന്നെ വറ്റൽമുളക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നന്നായിട്ടിട്ട് വഴച്ചണം. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഇതാണ്. സോ നന്നായിട്ട് വഴറ്റുക. ഇപ്പം നമ്മുടെ ബീഫും നന്നായിട്ട് ഏകദേശം കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല, നമ്മൾ കുറച്ച് ചാറായിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പം ഇത് ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതായി കഴിയുമ്പോൾ നമ്മുടെ ബീഫിലേക്ക് ഇതങ്ങ് എടുത്തിടണം. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് മൂടി വെക്കണം, ഇളക്കരുത്. ഇത് തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സായിട്ടുണ്ട്. നല്ല രീതിയിൽ ഒന്ന് നേരത്തെ വെള്ളം പോലെ അല്ലായിരുന്നു, ഇപ്പം നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട് ഗൈസ്. ഞാൻ ഉപ്പൊക്കെ ഇതിൻ്റെ ഇടയിൽ നോക്കിയായിരുന്നു, ഉപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത്